പരമൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര ഫാത്തിമാഗിരി കുരിശുമലയിലേക്കാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫാത്തിമാഗിരി മലയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം പകുതി വരെ ആയിട്ടുണ്ട്. ചെങ്കുത്തായിട്ടുള്ള കയറ്റമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ മടുത്തുപോയി. ഒറ്റയടിക്ക് നമുക്ക് കയറാൻ പറ്റത്തില്ല. നമുക്ക് നിന്ന് കയറുന്നതായിരിക്കും ഒന്നുകൂടി ഉചിതം. അപ്പം മടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മുകളിലോട്ട് കയറാൻ പ്രയാസമുള്ള ആളുകൾക്ക് ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട് ഇവിടെ കൈവിടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവഴി നിന്ന് മെല്ലെ കയറിയാൽ മതി. അങ്ങനെ നമ്മൾ നമ്മുടെ ചക്കാമ്പുഴയിലുള്ള ഫാത്തിമാഗിരി കുരിശുമലയുടെ ഏറ്റവും ടോപ്പിലേക്ക് ഏകദേശം എത്തിയിരിക്കുകയാണ്. ഇനി ഒരു 3-4 സ്റ്റെപ്പ് കൂടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫാത്തിമാഗിരി മലയുടെ മുകളിലെത്തും. മുകളിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഗംഭീര വ്യൂ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മുടെ രാമപുരം പഞ്ചായത്തിലെ തന്നെ ഏറ്റവും വലിയ കുരിശുമലകളിൽ ഒന്നാണ് നമ്മുടെ ഫാത്തിമാഗിരി കുരിശുമല. ദുഃഖ വെള്ളിയാഴ്ച ദിവസമൊക്കെ ധാരാളം തീർത്ഥാടകർ വന്നു പോകുന്ന ഒരു ഗംഭീരമായിട്ടുള്ളൊരു തീർത്ഥാടന സ്ഥലമാണ് നമ്മുടെ ഫാത്തിമാഗിരി കുരിശുമല. ഏഴാച്ചേരി ഇടവക പള്ളിയുടെ കീഴിലാണ് ഈ ഒരു ഫാത്തിമാഗിരി മല സ്ഥിതി ചെയ്യുന്നത്. ഏഴാച്ചേരി പള്ളിയുടെ കീഴിലുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ ചക്കാമ്പുഴ ഫാത്തിമാഗിരി. അപ്പം ഗംഭീരമായിട്ടുള്ളൊരു വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇത് ആ കാണുന്നതാണ് നമ്മുടെ രാമപുരം ഫൊറോന ചർച്ച്. ഗംഭീരമായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും.
ഫാത്തിമാഗിരി മലയുടെ മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന 2 പ്രധാനപ്പെട്ട പള്ളികളുണ്ട്. ഒന്ന് നമ്മുടെ രാമപുരം പള്ളിയും അതുപോലെ തന്നെ ഒന്ന് നമ്മുടെ ഏഴാച്ചേരി പള്ളിയും. അങ്ങനെ നമ്മൾ നമ്മുടെ ഫാത്തിമാഗിരി മലയുടെ ഏറ്റവും മുകളിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഏകദേശം ഒരു 360 ഡിഗ്രിയിൽ കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഏരിയ. നമ്മുടെ ഫാത്തിമാഗിരി മലയുടെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഈ ഒരു ഏരിയ. നമുക്ക് ഇടുക്കി ജില്ലയും അതുപോലെ എറണാകുളം ജില്ലയും നമ്മുടെ കോട്ടയം ജില്ലയുടെയൊക്കെ പല ഭാഗങ്ങളും ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു വലിയ കുരിശ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 20 അടി ഉയരം ഉള്ള വലിയ കുരിശാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മുടെ രാമപുരം പഞ്ചായത്തിൻ്റെ പല ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഫാത്തിമാഗിരിയിൽ നിന്ന് ആദ്യം കാണുന്നത് നമ്മുടെ ഈ വലിയൊരു കുരിശാണ്. എത്ര ദൂരത്തു നിന്ന് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്ന വലിയൊരു കുരിശാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ദുഃഖവെള്ളിയാഴ്ച പ്രാർത്ഥനയൊക്കെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് ഇത്. ഇവിടെയാണ് ദുഃഖവെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളും ഒക്കെ അർപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വരുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും ഒക്കെ നേർച്ചയിടാനുള്ള സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 14 കുരിശുകളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ അതിൻ്റെ 13ാമത്തെ കുരിശിൻ്റെ ചുവട്ടിലാണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇവിടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മടിയിൽ യേശുക്രിസ്തു കിടക്കുന്ന ഒരു പിയാത്തയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. നിങ്ങളൊരു പാട്ട് കേട്ടോ? അത് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നത് നമ്മുടെ ഏഴാച്ചേരി പള്ളിയിൽ നിന്നും കുർബാനയുടെ പാട്ടാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ഇവിടെ നിൽക്കുമ്പം ഈ ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. ശ്രദ്ധിച്ചേ. അങ്ങനെ നമ്മൾ 13ാമത്തെ കുരിശടിയുടെ ചോട്ടിൽ നിന്നും 14ാമത്തെ കുരിശടിയുടെ ചോട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ കുരിശിനോട് ചേർന്നിട്ടാണ് മിശിഹ കൈവിരിച്ച് നിൽക്കുന്ന വലിയ രൂപം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ നമ്മുടെ 14ാമത്തെ കുരിശടിയുടെ തൊട്ട് മുകളിലായിട്ടുള്ള മിശിഹ തമ്പുരാൻ്റെ കൈ ഉയർത്തി നിൽക്കുന്ന ആ മനോഹരമായ രൂപം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത്. ഇതാണ് ഈ ഫാത്തിമാഗിരി കുരിശുമലയുടെ ഏറ്റവും മുകൾ ഭാഗം. ഇത് ആശീർവദിച്ചിരിക്കുന്നത് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവാണ്. 10/4/2025 ഇങ്ങനെയൊരു വലിയൊരു
രൂപത്തിൻ്റെ ആശീർവാദം ഇവിടെ നടന്നിട്ടുള്ളത്. പണ്ട് ഇങ്ങോട്ട് കടന്നു വരാൻ വേണ്ടിയിട്ട് പ്രയാസമായിരുന്നു, വളരെ പ്രയാസമായിരുന്നു. കാരണം നടപ്പ് വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം ഇങ്ങോട്ടേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് ഒരു വഴിയൊക്കെ ഇവരിവിടെ വെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീപ്പ്, പിക്കപ്പ് അങ്ങനെയുള്ള വാഹനങ്ങൾ മാത്രമേ ഇങ്ങോട്ട് കയറി വരുവുള്ളൂ. പക്ഷേ കുറച്ച് റിസ്ക്കാണ്. ബൈക്ക്, മറ്റ് ടു വീലറൊക്കെ കയറി വരുന്ന കാര്യം കുറച്ച് റിസ്ക്കാണ്. എന്നാൽ കൂടിയും വളരെ മനോഹരമായ രീതിയിൽ കോൺക്രീറ്റൊക്കെ ചെയ്ത് ഈ ഏകദേശം അങ്ങ് ചക്കാമ്പുഴയിൽ നിന്ന് വന്നു കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ഫാത്തിമഗിരി കുരിശടിയുടെ കവാടം തൊട്ട് ഇവിടം വരെ എന്തായാലും കോൺക്രീറ്റൊക്കെ ചെയ്ത് വളരെ മനോഹരമായ രീതിയിലാണ് ഇവിടെ എല്ലാം റെഡിയാക്കി ഇവർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വരുന്ന ആളുകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം. വേറൊന്നുമല്ല, ഇവിടെ വരുന്നവർ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ കുടിക്കുന്ന വെള്ളത്തിൻ്റെ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ പരമാവധി ഇവിടെ വലിച്ചെറിഞ്ഞിട്ട് പോകാതിരിക്കുക. ഇവിടെ ഒരു വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്. നമ്മുടെ രാമപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ ശുചിത്വം സുന്ദരം നമ്മുടെ ഗ്രാമം ബോട്ടിൽ ബൂത്ത്, ഒരു വലിയൊരു കുപ്പിയുടെ ഷേപ്പുള്ള ഒരു വേസ്റ്റ് ബോക്സാണ്. അതിനകത്ത് പരമാവധി ആളുകൾ നിങ്ങളുടെ വേസ്റ്റുകളൊക്കെ നിക്ഷേപിക്കണം. ഇവിടെ വലിച്ചെറിയരുതെന്നൊരു പ്രത്യേക അഭ്യർത്ഥന കൂടിയുണ്ട്.